കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, ഇന്ന് ആരെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്നറിയോ? കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ അവന്റെ കോടികളാണ് അവന്റെ ഈശ്വരനായിട്ട് അവനെ കാണുക. ഇന്ന് മനുഷ്യനെ നിയന്ത്രിക്കുന്നത് സമ്പത്താണ്. ഇന്ന് മനുഷ്യനെ നിയന്ത്രിക്കുന്ന സമ്പത്താണ്. അവൻ എവിടെ പോകണമെന്ന് നിയന്ത്രിക്കുന്ന സമ്പത്താണ്. അവൻ എങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു സമ്പത്താണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ, ഇത് പ്രവാചകന്റെ വാക്ക് വെറുതല്ലോ. പ്രവാചകന്റെ വാക്കിൽ കള്ളമില്ലല്ലോ, പൊള്ളില്ലല്ലോ. അള്ളാന്റെ ഹബീബ് ആകാശത്തിന്റെ ലോകത്തിനും അള്ളാഹുവിന്റെ സുന്ദരമായ ആ സന്ദേശം വരാതെ പ്രവാചകൻ ഒരു അക്ഷരം പോലും ഇന്നേ വരെ പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? സമ്പത്തിന്റെ അടിമയായ മനുഷ്യനെ നശിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവന് നാശമാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് മനുഷ്യനെ നിയന്ത്രിക്കുന്ന സമ്പത്തല്ലേ പ്രിയപ്പെട്ടവരെ? മനുഷ്യനെ നിയന്ത്രിക്കുന്ന സമ്പത്താണ്. ഇന്ന് നമ്മൾ പറയും സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. അല്ല, ഇന്ന് പൈസക്ക് വേണ്ടി നമ്മൾ കാവല് കിടക്കുകയാണ്. ഇന്ന് പണത്തിന് വേണ്ടി നമ്മൾ കാവല് കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ പണം നമ്മളെയല്ലേ നോക്കേണ്ടത്? പണം എന്തിനാണ്? ആവശ്യത്തിന് നമുക്ക് പണം വേണം. ഒരു ഗുരു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോടൊത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു കർഷകൻ ഒരു പശുവിനെയുമായിട്ട് വരുന്നത്. ഒരു പശുവിനെയുമായി കർഷകൻ വരുന്നത് കണ്ടപ്പോ ഈ ഗുരുവിന് അവർക്ക് ഒരു ചെറിയ പാഠം പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. ഗുരു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ആ പശുവാണോ ആ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്? ആ മനുഷ്യനാണോ പശുവിനെ നിയന്ത്രിക്കുന്നത്? നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്ന് ചോദിച്ചു. നമ്മുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും? ഒരു കർഷകൻ ഒരു പശുവിനെയും കൊണ്ടുവരികയാണ്. കയറും പിടിച്ചിട്ട് ആ കർഷകൻ മുന്നാലെ നടക്കുന്നു. അല്ലെങ്കിൽ പശുവിനെ മുന്നിലാക്കിയിട്ട് കർഷകൻ കയറിൽ പിടിച്ചിട്ട് അത് എങ്ങനെയാണോ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അങ്ങനെ മുന്നോട്ട് പോകുമ്പോ നമ്മൾ ന്യായമായിട്ടും ഒന്ന് ചിന്തിക്കണം. കർഷകനാണോ പശുവിനെ നിയന്ത്രിക്കുന്നത്? പശുവാണോ കർഷകനെ നിയന്ത്രിക്കുന്നത്? ഗുരു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചവൻ പറഞ്ഞു, ഒരു സംശയമില്ല, കർഷകൻ തന്നെയാണ്. കാരണം കർഷകൻ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടാണ് ആ പശു പോവുക. അപ്പൊ അതിനെ കൃത്യമായി അതിനെ നിയന്ത്രിക്കുന്നത് കർഷകൻ തന്നെയാണ്, പശുവല്ല എന്ന് ശിഷ്യന്മാര് പറഞ്ഞു. അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത ഗുരുവിനുണ്ട്. അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് കർഷകന്റെ ആ പശുവിനെയും കയറടക്കം ആ കർഷകനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഗുരു ചെയ്ത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ ഉണ്ടായിരുന്ന ഒരു കത്രിക എടുത്തിട്ട് ആ കയറ് കട്ട് ചെയ്തു. കയറ് കട്ട് ചെയ്തപ്പോഴേക്കും ആ പശു ഓടാൻ തുടങ്ങി. പിടുത്തം വിട്ടപ്പോ പശു ഓടി. ആ പശു ഓടിയപ്പോ ആര് പിന്നാലെ ഓടി? കർഷകൻ പിന്നാലെ ഓടി. പശു എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് കർഷകൻ ഓടാൻ തുടങ്ങി. ആ സമയത്ത് ഗുരു തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഇനി നിങ്ങൾ പറ, നിയന്ത്രിക്കുന്നത് പശുവാണോ കർഷകനാണോ? അവര് പറഞ്ഞു, കൃത്യമായി പശു തന്നെയാണ് കർഷകനെ നിയന്ത്രിക്കുക. കാരണം കർഷകൻ ഓടുന്നത് പശു ഓടുന്ന ഭാഗത്തേക്കാ ഓടുന്നത്. കാരണം എന്തെന്നറിയോ? ഇരുവരെയും പിടിച്ചിരുന്ന കടിഞ്ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. ആ കടിഞ്ഞാൻ പൊട്ടിച്ചപ്പോഴേക്കും പിന്നെ നിയന്ത്രിക്കുന്നത് ആരായി? പശു മനുഷ്യനെ നിയന്ത്രിക്കാൻ തുടങ്ങി. ഇത് കേവലം കേട്ടുകളയേണ്ട ഒരു കാര്യമല്ല. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പണം വേണം. പള്ളി വെക്കണമെങ്കിൽ പണം വേണം, വീട് വെക്കണമെങ്കിൽ പണം വേണം, ഭക്ഷണം കഴിക്കണമെങ്കിൽ സമ്പത്ത് വേണം, വാഹനം വേണമെങ്കിൽ സമ്പത്ത് വേണം. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഒന്ന് ഓർത്തു നോക്കൂ, ഇതൊക്കെ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നമുക്കെന്തിനാ വീട്? മൃഗങ്ങളിൽ നിന്ന്, കള്ളന്മാരിൽ നിന്ന്, കൊള്ളക്കാരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അതിന് നമുക്ക് കയറി കിടക്കുമ്പോ നമുക്ക് എല്ലാ സുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു വീട്, അതിന് പണം വേണം. അപ്പൊ പണം നമുക്ക് ആവശ്യമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബാങ്കിന്റെ മുന്നിൽ സെക്യൂരിറ്റി ഉണ്ട്. എന്തിനാ? ATM-ന്റെ മുന്നിൽ സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. എന്തിനാ? പണം സൂക്ഷിക്കാൻ വേണ്ടി. അപ്പൊ അവിടെ ആരാ യജമാനൻ? അവിടെ ആരാണ് യജമാനൻ? ഒരു നിമിഷം നമ്മൾ ശാന്തമായി ഒന്ന് ചിന്തിക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ
ആ കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പണമുണ്ടാക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് ആ കടിഞ്ഞാണെന്ന് നഷ്ടപ്പെട്ടപ്പോൾ, ആ കടിഞ്ഞാണെന്ന് മുറിച്ചു കളഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർഷകന്റെ കയ്യിലിരുന്ന പശുവിന്റെ കയറ് കത്രിക കൊണ്ട് കുരു പൊട്ടിച്ചതുപോലെ ആ കടിഞ്ഞാണങ്ങ് മുറിച്ചു കളഞ്ഞപ്പോൾ, കടിഞ്ഞാണങ്ങ് നഷ്ടമായപ്പോൾ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? പണം നമ്മളെ ഭരിക്കാൻ തുടങ്ങുകയാ. അതുകൊണ്ടാണ് നൂറ്റാണ്ട് 14കൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, പട്ടുവസ്ത്രങ്ങളും ദീനാറുകളും ദിർഹമുകളും മനുഷ്യനെ അതിന്റെ അടിമകളായ മനുഷ്യന് നാശത്തിലാണ്, നശിക്കപ്പെട്ടിരിക്കുകയാ. അവന് സമ്പത്ത് കിട്ടിയാൽ അവന് സന്തുഷ്ടനാണ്, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ അവന് ദുഃഖിതനാണ്. സഹോദരങ്ങളെ, ഇത് തന്നെയാണ് പറയുന്നത്. മനുഷ്യൻ ഇന്ന് വലിയ ആരാധനയിലാണ്. ധനപൂജകരായി ദുനിയാ പൂജകരായി മാറിയപ്പോൾ അള്ളാഹുവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാ. ചെങ്കടലിൽ പിളട്ടിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന മൂസാ നബിയുടെ ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന ഖൗമുണ്ടല്ലോ, അവര് എങ്ങനെയാണോ രക്ഷപ്പെട്ടതിന് ശേഷം അള്ളാഹു ആദരിച്ച വിഭാഗമായതിനു ശേഷം എങ്ങനെയാണോ അവര് വിഗ്രഹ പൂജയിലേക്ക് പോയത്, അതേ അവസ്ഥയിൽ തന്നെയാണ് ലോകത്തിന്റെ ജേതാവ്, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ രക്ഷപ്പെടുത്തിയ നമ്മളെ ഇവിടെ എത്തിച്ചത്. സഹാബാക്കളെ ത്യാഗം സഹിച്ചിട്ടാ നമ്മളിവിടെ എത്തിയത്. താബീങ്ങൾ സങ്കടപ്പെട്ടിട്ടാ നമ്മളിവിടെ എത്തിയത്. ഒരുപക്ഷെ ഈ നാടിന്റെ നായകനായ പതിയാങ്കര ഉസ്താദ് പണിപ്പെട്ടിട്ടാകുമല്ലോ ഈ നാടി നല്ല നിലയിൽ എത്തിച്ചേരുന്നത്. ഇന്നലകളിൽ കടന്നു വന്ന പൂർവ്വസൂരികളായ പ്രിയപ്പെട്ട നേതാക്കന്മാര് രാവ് പകലും അവര് ഉറങ്ങാതെ ഉണ്ണാതെ ഒടുക്കാതെ അവര് കഷ്ടപ്പെട്ട് ഉറക്കമുളച്ചുകൊണ്ട് കഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ഇന്ന് നമുക്ക് തൊപ്പി വെക്കാൻ പറ്റുന്നത്, ദാടി വെക്കാൻ പറ്റുന്നത്. അതുകൊണ്ടല്ലേ നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് പറ്റുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പർദ്ദയിടാൻ, നിഖാബ് ധരിക്കാൻ, അതുപോലെ തന്നെ മുഖമക്കനയിടാൻ, ഹിജാബ് ധരിക്കാൻ, തലയിൽ മുണ്ടിട്ട് നടക്കാൻ നമുക്ക് എന്തുകൊണ്ടാ കഴിഞ്ഞത്? ഇന്നലെ വരെ ത്യാഗം സഹിച്ച പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാര് സഹിച്ച കഷ്ടപ്പാടുകളുടെ വേദനകളുടെ ഒരു വലിയ കാര്യം കൊണ്ടല്ലേ നമുക്കതിനൊക്കെ ഉള്ള ഭാഗ്യം കിട്ടിയത്. എന്നാൽ അള്ളാഹു ഏറ്റവും ഉന്നതരാണ്, ഏറ്റവും ശ്രേഷ്ഠരാണ്, അള്ളാഹു ആദരിച്ചവരാണ് എന്ന് മനുഷ്യ വിഭാഗത്തെ എണ്ണി പറയുമ്പോ അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തിയിട്ട് അള്ളാഹു തആല പറഞ്ഞു, അന്തുമുല്ലഅലൂ, നിങ്ങൾ ഉന്നതരാണ്, ഏറ്റവും ഉത്കൃഷ്ടരാണ്, അത്യുന്നതരാണ്, മേൽത്തരക്കാരാണ്, നിങ്ങൾ ഏറ്റവും ഉന്നതന്മാരാണ്, നിങ്ങളുടെ മുകളിൽ ലോകത്ത് വേറെ ആരുമില്ല എന്ന് പരിചയപ്പെടുത്തിയ ഈ സമുദായമുണ്ടല്ലോ, ഇന്ന് സമ്പത്തിന്റെ പിന്നാലെയാ, ഇന്ന് ധനപൂജയിലാണ്, ഇന്ന് ദുനിയാ പൂജകരായി മാറിക്കൊണ്ടിരിക്കുകയാ. അവർക്ക് പള്ളി വേണ്ട നിരീശ്വരവാദികൾ കൂടിക്കൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ബുദ്ധിശൂന്യരായ ഒരുപക്ഷെ യുക്തിവാദികളെന്ന് വിളിക്കുന്ന യുക്തി എന്തെന്നറിയാത്ത ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് ആളുകളില്ല. ഇന്ന് പ്രിയപ്പെട്ടവരെ, ജുമാ നമസ്കാരത്തിന് ആളുകൾ കുറവാ, ജമാഅത്തുകൾക്ക് ആളുകൾ കുറവാ. എന്തുകൊണ്ടെന്നറിയോ? അവര് ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞു പോവുകയാ, അവര് ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായുകയാ. ഹബീബായ പ്രവാചകന്റെ ഒരു പ്രസംഗമുണ്ടെന്താണെന്നറിയോ? എപ്പോഴാ റസൂലുള്ള പ്രസംഗിച്ചതെന്നറിയോ? പ്രവാചകന്റെ ഹിജ്റയുടെ 7-ാം വർഷത്തില്, പ്രവാചകന് ഹിജ്റ പോയ 10-ാം കൊല്ലത്തില്, അഥവാ പ്രവാചകന് വഫാത്താകുന്ന ആ കൊല്ലത്തിൽ 63-ാമത്തെ വയസ്സ് പ്രവാചകൻ എത്തുന്ന സമയത്ത്, വഫാത്തിന് ഏതാനും മാസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് പരിശുദ്ധമായ ഉഹദിലെത്തുകയാ. ചില ആളുകൾക്ക് സംശയമുണ്ടാകാം, പതിയാങ്കര നിന്റെ ഖബറിന്റെ അടുത്ത് വരുന്നത് എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, ഉഹദിന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ അവ ഖബറടക്കിയതിനു ശേഷം, രക്തസാക്ഷികളെ ഖബറടക്കിയതിനു ശേഷം സയ്യിദു ശുഹദാഇ ഹംസത്തുൽ കർറാം റളിയല്ലാഹു തആല അടക്കമുള്ള പ്രിയപ്പെട്ട സഹാബയുണ്ടല്ലോ, ഇന്ന് മുഹദിന്റെ മൈരിക്കയിൽ പോയാ വളച്ചു കെട്ടിയ ഭാഗത്ത് നമുക്ക് കാണാം, ആ ജബൽ റുമാത്തിന്റെ താഴ്ഭാഗത്ത് നമുക്ക് കാണാം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതിയ ധീര മുജാഹിദുകൾ ഉണ്ടല്ലോ. ആ ധീര രക്തസാക്ഷികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിലെത്തുകയാ. എപ്പോഴാണെന്നറിയോ? ഉഹദ് യുദ്ധം നടന്ന് 7 വർഷം കഴിയുമ്പോഴാ, അഥവാ ഹിജ്റയുടെ 10-ാം കൊല്ലമാണ്.
അഥവാ ഹിജ്റ 3-ാം കൊല്ലമാണ് ഉഹദ് യുദ്ധം നടക്കുക. അത് കഴിഞ്ഞിട്ട് 7 വർഷമാകുമ്പോഴാണ് ഹിജ്റ 10-ആവുക. ആ കൊല്ലമാണ് റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറയുന്നത്. ഉഹദിന്റെ പരിശുദ്ധമായ മൈരിക്കത്തിലെത്തുകയാ. അവിടെ അടക്കം ചെയ്യപ്പെട്ട സഹാബത്തിന്റെ ഖബറുകൾ സന്ദർശിക്കുകയാ. അവിടെ നിന്നുകൊണ്ട് പ്രവാചകനെ ദുആരക്കുകയാ. ഇതെവിടെയുള്ള സഹോദരങ്ങളെ, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു ആണ് സഹാബി വര്യന്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഇതാരാ റിപ്പോർട്ട് ചെയ്തെന്നറിയോ? അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥമായി ഇന്ന് വിശ്വാസ സമൂഹം മുഴുവനും അംഗീകരിക്കുന്ന ബുഖാരി ഉണ്ടല്ലോ, തൊട്ടുടനെ എല്ലാവരും അംഗീകരിക്കുന്ന മുസ്ലിം ഉണ്ടല്ലോ. അതേ ബുഖാരിയിലും മുസ്ലിമിലും ഈ ഹദീസ് കാണാം. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആദരവായ പ്രവാചകന്റെ ഈ ചരിത്രം രേഖപ്പെടുത്തുകയാ. ഉഖബ റളിയല്ലാഹു തആല പറഞ്ഞതെന്തെന്നറിയോ? ഹിജ്റയുടെ പരിശുദ്ധമായ 10-ാം കൊല്ലം വഫാത്തിന്റെ ആ കൊല്ലത്തില് പരിശുദ്ധമായ ഉഹദ് നടന്നിട്ട് 7-ാം വർഷം പൂർത്തിയായപ്പോ അവിടെ വന്നിട്ട് എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് ദുആ ചെയ്യുകയാ. അവരുടെ ഖബറുകൾ വന്നിട്ട് ദുആരക്കുകയാ. ദുആ ചെയ്ത അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പെട്ടെന്ന് സഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരും പള്ളിയിലേക്കൊന്ന് വരുവോ, എല്ലാവരും മദീനത്തേക്കൊന്ന് വരുവോ? പരിശുദ്ധമായ ഉഹദിൽ നിന്ന് കേവലം 1-2 100 200 മീറ്റർ മാത്രമാണല്ലോ പരിശുദ്ധമായ മദീന പള്ളിയുള്ളത്. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ അങ്ങേയറ്റം പോയാൽ 1 കിലോമീറ്ററാ. അവിടെ എത്തുമ്പോൾ റസൂലുള്ളാഹി മദീനയിലേക്ക് കടന്നു വരാൻ ആവശ്യപ്പെടുകയാ. അങ്ങനെ മദീനയിലേക്ക് കടന്നു വന്ന് മദീനത്തുൻ നബവിയിലെത്തിയിട്ട് മിമ്പറിലേക്ക് റസൂലുള്ള കയറുകയാ. എന്നിട്ട് അവിടെ നിന്നുകൊണ്ടൊരു പ്രസംഗം നടത്തി. എന്താ പ്രസംഗമെന്നറിയോ? കാരുണ്യത്തിന്റെ പ്രവാചകന്റെ അമാനുഷികത വെളിവാകുന്ന പ്രസംഗമാ. ഇത്രയും വലിയ ആർജവത്തോടെ ആവേശത്തോടെ അല്ലാഹുവിന്റെ റസൂൽ ഒരു യാഥാർത്ഥ്യ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ്. സഹാബാക്കൾ സ്തബ്ധരായി കേട്ടുപോവുകയാ. പ്രവാചകൻ എന്താ പ്രസംഗിച്ചതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ ഇന്നി ഫറത്തുൽ ലക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുന്നേ പോകുന്നൊരു മുൻവിരുന്നുകാരനാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ പോയി സ്വർഗം റിസർവേഷൻ ചെയ്യാൻ പോവുകയാ. ഇരിക്കുന്ന സഹാബത്തിന് മനസ്സിലായി അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? വാന ഷഹീദുൻ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാ, നാളെ നിങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ് സഹാബ. എന്നിട്ട് പറയുന്നില്ല, അൻളുറു ഇലാ ഹൗലിൽ ഈ മദീനയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി അല്ലാഹു തരുന്ന ഹൗലുൽ കൗസർ കാണുകയാ. മദീനത്തുൻ നബവിയുടെ പരിശുദ്ധമായ മിമ്പറിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നുബുവത്തിന്റെ പരിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് അല്ലാഹു സ്വർഗ്ഗത്തിൽ നൽകുന്ന സുന്ദരമായ വരദാനമായ ആ ഹൗലുണ്ടല്ലോ, 1 മാസത്തെ വഴിദൂരമുണ്ട് എന്ന് പ്രഖ്യാപിച്ച, നക്ഷത്രങ്ങളെക്കാൾ അധികമാണ് കോപ്പകളെന്ന് പറഞ്ഞ, പാലിനേക്കാൾ വെണ്മയാണെന്ന് പറഞ്ഞ, പരിശുദ്ധമായ തേനിനേക്കാൾ മധുരമാണെന്ന് പരിചയപ്പെടുത്തിയ, കസ്തൂരിയേക്കാൾ വാസനയാണെന്ന് പറഞ്ഞ ഒരു കവളൊന്ന് കുടിച്ചാൽ ലാ യൽമഉ ബഅദഹാ അബദാ, പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ദാഹം വരാത്ത ഹൗലുൽ കൗസർ ഉണ്ടല്ലോ, ആ ഹൗലുൽ കൗസർ എന്ന സുന്ദരമായ ഹൗല ഞാൻ ഈ മിമ്പറിൽ നിന്ന് കാണുകയാണ് സഹാബത്തെ. ഇത്രയും പറഞ്ഞ് പരലോകത്തെ അവരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? റസൂലുള്ള ദുനിയാവിന്റെ കാര്യം പറഞ്ഞാലും ആഖിറത്തിന്റെ കാര്യം പറയാതെ പോകൂല. ഈ പറഞ്ഞ 3 കാട്ടിൽ വരുമ്പോ നല്ല അറേബ്യൻ പെർഫ്യൂമിന്റെ വല്ലാത്തൊരു മണം അല്ലേ? അവരെ കണ്ടാൽ നല്ല ഒരു ഗൾഫുകാരനാണെന്ന് തോന്നിപ്പിക്കുന്ന നിലയിലുള്ള നടത്തം, ഇതൊക്കെ നമ്മൾ കാണും. പക്ഷേ ഒരു ദിവസം നിങ്ങൾ അവരുടെ ജോലി സ്ഥലത്തേക്കൊന്ന് പോയി നോക്കണം. 12, 13, 14 പേരൊക്കെയാണ് ഒരു ചെറിയ റൂമിൽ 2-3 കട്ടിലായിട്ട് ഇങ്ങനെ തട്ടായ കട്ടിൽ കിടക്കുക. അവിടെ അവര് ഈ അറേബ്യൻ മണോ ഇല്ല, അവർക്ക് അവിടെ യാതൊരു രൂപലാവണ്യങ്ങളോ അല്ലെങ്കിൽ വേഷഭൂഷാദികളോ ഒന്നുമില്ല. അവര് കഷ്ടപ്പെടുകയാണ്, അവര് പണിയെടുക്കുകയാണ്. എന്താ കഴിക്കുന്നത്? ഒരു കുബൂസ്. ആളുകൾ ടൈം ടേബിൾ വെച്ചിട്ട് ഒരാള് ഭക്ഷണം ഉണ്ടാക്കും, നന്നായിട്ട് കറി ഉണ്ടാക്കാൻ പറ്റൂല, തൈര് 1 റിയാൽ കൊടുത്ത് തൈര് വാങ്ങും. എന്നിട്ട് അതുകൊണ്ട് അവര് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നു എന്ന് വരുത്തി തീർക്കും. കാരണം മനസമാധാനത്തിന് വേണ്ടിയിട്ട്.
ഭാര്യ വിളിച്ചു ചോദിക്കും, കഴിച്ചോ? കഴിച്ചു. അല്ലാത്ത ഗൾഫുകാരും ഉണ്ട്, വളരെ വളരെ വിരളമാണത്. അങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഒന്നും കഴിക്കാതെ ഉടുക്കാതെ അവരുടെയൊക്കെ ഡ്രസ്സ് ഒരാഴ്ചക്കാലം ഇടും. ചിലപ്പോ കഴുകാൻ സമയമില്ല, കഴുകി അയൺ ചെയ്ത് കൊടുക്കാൻ ആരുമില്ല. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പൈസ നാട്ടിലേക്ക് അയച്ച് ഇവിടെ നല്ല സാരിയൊക്കെ കൊടുത്തു ഭാര്യ, അല്ലെങ്കിൽ നല്ല മക്കൾ നല്ല പെന്നെ കൊണ്ട് എഴുതി നല്ല ബാഗ് കൊണ്ട് സ്കൂളിൽ പോയി നല്ല നിലയിൽ ആപ്പായും ഉമ്മായും ഒക്കെ ഗൾഫുകാരൻ മോൻ കൊണ്ടുവന്ന മുണ്ടാന്നൊക്കെ പറഞ്ഞ് ശരി അത്രയൊക്കെ അടിച്ചിങ്ങനെ പള്ളിയിലൊക്കെ വന്ന് റാഹത്തായി ഇങ്ങനെയൊക്കെ കഴിയുമ്പോ 10-30 കൊല്ലമാകുമ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് വരുമ്പോ എങ്ങനെയാണ്? അയാൾക്ക് ആകെ ഉള്ളത് ആ ജീവൻ മാത്രമാണ്. തലയിലെ മുടിയെല്ലാം പോയിട്ടുണ്ടാവും, ആരോഗ്യം മുഴുവനും നശിച്ചിട്ടുണ്ടാവും. ഇയാൾക്കില്ലാത്ത ഒരു രോഗം ഉണ്ടാവൂല. ഇയാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി വിശ്രമിക്കട്ടെ, ഇനി എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് കഴിക്കണം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുരയിടം, കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ വാഹനം, ഞാൻ കഷ്ടപ്പെട്ടയച്ച എന്റെ സഹോദരിമാരൊക്കെ ഒന്ന് വരികയാണ്. അതുകൊണ്ട് എന്തെങ്കിലും നന്നായിട്ടൊന്ന് നല്ലതുപോലെ വയറ് നിറച്ച് മനസ്സ് നിറഞ്ഞ് കഴിക്കണമെന്നൊരു പ്രവാസിക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവൻ അവിടെ നിന്ന് പിടിച്ച അസുഖമായി ഇവിടെ വന്നപ്പോ ആകെ അവന് കഴിക്കാൻ പറ്റുന്നത് ഒരു ചപ്പാത്തി മാത്രമാണ്. ഇത്രയും നാള് അവൻ പണത്തിന്റെ കാവൽക്കാരനായിരുന്നു. അപ്പൊ ചോദിക്കും, ഗൾഫിൽ പോണ്ടേ? പോയില്ലെങ്കിൽ ഭാര്യ ഒരു ഭാഗത്ത് നിന്ന് കുത്തുവാക്ക്, മക്കള് മറുഭാഗത്ത് നിന്ന് കുത്തുവാക്ക്, വാപ്പ അവിടെ നിന്നുകൊണ്ട് മീശ ചുരുട്ടുക, ഉമ്മ അടുക്കളയിൽ നിന്നുകൊണ്ട് അതും ഇതും പറയുക, നാട്ടുകാര് കുറ്റപ്പെടുത്തുക, പള്ളിയില് കമ്മിറ്റിക്കാര് ഭ്രഷ്ട് കൽപ്പിക്കുക, മാസവരി അടച്ചില്ല, ഉസ്താദിന് ചെലവ് കൊടുത്തില്ല, പള്ളിക്ക് ദുആക്ക് സംഭാവന തന്നില്ല. ഇതൊക്കെ അങ്ങനെ പറയുമ്പോഴും ഇവന്റെ മാനസികാവസ്ഥ അറിയുന്നുണ്ടോ? കോടീശ്വരന്മാരൊക്കെ കോവിഡ് സമയത്തും പ്രളയകാലത്തൊക്കെ വലിയ വലിയ റൂമൊക്കെ എടുത്തിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ അങ്ങ് പോയി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവർക്ക് എന്ത് നഷ്ടപ്പെടാനാ? തീരെ പാവപ്പെട്ട ആളുകളുണ്ടല്ലോ, ഒന്നുമില്ലാത്ത ആളുകൾ, സുനാമി കണ്ടവരല്ലേ. ആറാട്ടുപുഴയുടെ പരിസര പ്രദേശങ്ങൾ, പതിയാങ്കരയുടെ പരിസര പ്രദേശങ്ങൾ സുനാമി കണ്ടതല്ലേ. ആ സമയത്തൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കാൻ എത്ര സംഘടനകളാണ്. അവിടെ നിന്ന് ഒരു സംഘടന വന്ന് കിറ്റ് കൊടുക്കുന്നു, അപ്പോഴും മത്സരിച്ച് അടുത്ത സംഘടന വന്ന് കിറ്റ് കൊടുക്കുന്നു. പണക്കാരാണെങ്കിലോ നാട്ടിൽ തന്നെ ഇല്ല. പാവപ്പെട്ടവർക്ക് കിറ്റ് കൊടുക്കാൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തകര്. പെട്ടുപോയത് ആരാന്നറിയോ? മിഡിൽ ലെവലിലുള്ള ആളുകൾ. നല്ല വീടുണ്ട്, അത് പണ്ട് ഗൾഫ് പ്രതാപകാലത്ത് വെച്ച വീടാ. വീട്ടിന്റെ മുന്നിൽ ഒരു വണ്ടിയുണ്ട്, അതിൽ എണ്ണ ഉണ്ടോന്ന് വെച്ചാൽ അറിയില്ല, അത് എടുത്തിട്ട് എത്ര നാളായെന്ന് വെച്ചാൽ അറിയില്ല. അങ്ങനെയുള്ള പാവപ്പെട്ട പണക്കാരാണെന്ന് തോന്നിപ്പിക്കുന്ന പാവപ്പെട്ട കുറെ ആളുകൾ കഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നമുക്ക് സംരക്ഷണം നൽകേണ്ട സമ്പത്ത്, നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമ്പത്ത്, ആ ഭക്ഷണം സ്വാദോടുകൂടി കഴിക്കാൻ നമുക്ക് കഴിയാതെ ഭക്ഷണം കഴിക്കാതെ പണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമുക്ക്. അപ്പൊ ആരാ അടിമ, ആരാ ഉടമ? കർഷകന്റെ കൈ ഇരുന്ന കയറ് പൊട്ടിപ്പോയപ്പോ പശു ഓടിയ ഭാഗത്തേക്ക് കർഷകൻ ഓടിയത് തന്റെ ഗുരു തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത സന്ദേശമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞത് ചുമ്മാതെയാണോ? ഇന്ന് നമ്മളും അടിമകളായി മാറി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി എനിക്ക് പറയാനുള്ളത് 1 മണിക്കൂറായി, ഇനി ഒറ്റത്തിൽ 1 മണിക്കൂറിന്റെ ഉള്ളിൽ നിർത്തണം. എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, അതുകൊണ്ട് നമ്മൾ അള്ളാന്റെ അടിമകളായി തന്നെ ഇരിക്കുക. ദുനിയാവ് നമ്മുടെ നേതാവ്, നമ്മുടെ സൃഷ്ടാവരുത്. പണം നമ്മുടെ സൃഷ്ടാവാകരുത്. നമ്മളെ നിയന്ത്രിക്കുന്ന പണമാകരുത്, ഒരിക്കലും ആകരുത്. മറിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യത്തിന് പണം ഉപയോഗിക്കുന്ന നിലയിലേക്ക് എത്തണം. നമ്മൾ അള്ളാന്റെ അടിമകളാകണം, അല്ലാതെ പണത്തിന്റെ അടിമകളാണ് എന്ന് റസൂല് പറഞ്ഞ ആ ഗണത്തിൽ പെടരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. ഇഷ്ടം പോലെ അനുഗ്രഹം കിട്ടിയവരാണ് ഈ ബനു ഇസ്രായേലികൾ. ഇഷ്ടം പോലെ അനുഗ്രഹം. ഇതെല്ലാം നടന്ന ഈ രാത്രിയാണ്. അതാ ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത്. ഈ രാത്രിയിലാണ് ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ അള്ളാഹു വാരിക്കോരി കൊടുത്തു. എന്താ അനുഗ്രഹം എന്നറിയോ? മൂസാ നബി അവരെ കൊണ്ട് ഇങ്ങനെ വരികയാണ്, രക്ഷപ്പെടുത്തിയല്ലോ. രക്ഷപ്പെടുത്തി എവർക്ക് മൂസാ നബിയും പരിവാരങ്ങളും രക്ഷപ്പെട്ടു വന്നു. ഫിർഔനും പരിവാരങ്ങളൊക്കെ നശിച്ച് എല്ലാം രക്ഷപ്പെട്ട് സന്തോഷമായിട്ട് വരികയാണ്. അങ്ങനെ വരുന്ന വഴിയിൽ ഇവർക്ക് വല്ലാത്ത ദാഹം. മൂസാ നബിയല്ലേ കൊണ്ടുപോകുന്നത്. എത്ര നന്ദി കെട്ട സമൂഹമാണെന്ന് മനസ്സിലാക്കണം. എന്താ കാര്യം? അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോ എല്ലാ കുറ്റവും മൂസാ നബിക്കാണ്.
കടലിന്റെ മുമ്പിലെത്തിയപ്പോ, ചെങ്കടലിന്റെ മുമ്പിൽ എത്തിയപ്പോ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്. എന്താണെന്നറിയോ? മൂസ, നീ ഞങ്ങളെ പെടുത്തിയല്ലേ? വൽ അദുവു വറാഅന വൽ ബഹ്റു അമാമന. മുന്നില് കടല്, പിന്നില് ശത്രു. അങ്ങോട്ടോടിയ വെള്ളത്തിൽ വിടയാവും, പുറകിലോട്ടോടിയ ഓമാര് കുത്തിക്കൊല്ലും. ഞങ്ങൾ എന്ത് ചെയ്യും? നീ പെടിപ്പിച്ചല്ലോ നമ്മളെ, നീ ഞങ്ങൾക്ക് പണി എന്നതാണല്ലേ? നന്ദി കെട്ടൊരു ജനതയുടെ വാക്കുകൾ ആലോചിച്ച് നോക്കിയേ. ഇതേപോലത്തെ രാത്രിയിൽ സംസാരിച്ച വാക്ക് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം പതിയാങ്കരയുടെ മണ്ണിലിരുന്നു കൊണ്ട് നമ്മൾ പറയുമ്പോ നമുക്കിതിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട രണ്ടാമത്തെ കാര്യം, ഇവര് നടന്നു പോകുന്ന വഴിയിൽ ദാഹിച്ചു, വല്ലാത്ത ദാഹം. മൂസാ നബിയുടെ ജനതയ്ക്ക് ദാഹം. കൂടെ വന്ന പുറകിൽ വന്ന ആളുകള് എന്ത് ചെയ്തു? വെള്ളം കുടിച്ച് ചത്ത്. അതാണ് അള്ളാഹുവിന്റെ ഹിക്മത്ത്. അതാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ നശിപ്പിച്ചത് വെള്ളം കൊണ്ട്, അല്ലേ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം മാറ്റിയത് വെള്ളം കൊണ്ട്. അതാണ് പടച്ചവൻ. അവൻ എല്ലാ കഴിവുണ്ട്. അള്ളാഹു കഴിവുള്ളവനാണ്. സഹോദരങ്ങളെ, വല്ലാത്ത പൈതാഹമായി ഈ നന്ദികെട്ട അടിമകളുണ്ടല്ലോ, ഫിർഔനിന്റെ അടിമകളായി രക്ഷപ്പെടുത്തപ്പെട്ട മൂസാ നബിയുടെ ജനതയായി അള്ളാഹു രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ആളുകളുണ്ടല്ലോ, അവര് മൂസാ നബിയുടെ മുന്നിലേക്ക് വന്നിട്ട് പറയാൻ തുടങ്ങി. എന്താണെന്നറിയോ? ഓ ഇരിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽ അദ്രിബ് ബിഅസാകൽ ഹജർ ഫൻഫജറത് മിൻഹു 12 ഐനാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുകയാ, അവർ വന്നിട്ട് മൂസാ നബിയോട് പരാതി ബോധിപ്പിക്കുകയാ. മൂസാ നബിയെ, വല്ലാത്ത ദാഹമാണ്, വിശപ്പാ, വല്ലാത്ത ദാഹമാണ്, വെള്ളം ദാഹിക്കുകയാണ്, പൈതാഹമടക്കാൻ വെള്ളം വേണം. എന്താ ചെയ്യുക? മരുഭൂമിയാണ്, മരുപ്പച്ച അകലയാണ്, ഒരു തുള്ളി വെള്ളമില്ല, ജനശൂന്യമാണ്, ഫലശൂന്യമാ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വെള്ളമില്ലാത്ത അവസ്ഥയാണല്ലോ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിനെ നിർബന്ധിക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, നീ എന്തിനാ ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്നത്? വെള്ളം താ, ഞങ്ങൾക്ക് കുടിക്കണ്ടേ? അവിടെയാണെങ്കിൽ അവന്റെ ആട്ടും തുപ്പുമേറ്റ് നടന്നാലും വെള്ളം കിട്ടുമായിരുന്നല്ലോ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനോട് ചോദിക്കുകയാ, അല്ലാഹുവേ, എന്റെ ജനതയ്ക്ക് വെള്ളം കൊടുക്കണമല്ലാ, അവർക്ക് ദാഹിക്കുകയാണ്. പടച്ചവരെ, ഇത് ശ്രദ്ധയോടെ എന്റെ പ്രിയപ്പെട്ടവരെ കേൾക്കണം. അല്ല കൊടുത്ത 2-3 അനുഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അവരുടെ സ്വഭാവം എന്താണെന്ന് കൂടി പറയാ. പ്രിയപ്പെട്ടവരെ, അവരോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അള്ളാഹു വെള്ളം വരെ സമാധാനപ്പെടുക. അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട്, പടച്ചവനെ, വെള്ളം വേണം, എന്റെ ജനത ദാഹിക്കുകയാ. ആ സമയത്ത് അള്ളാഹുവിന്റെ മറുപടി എന്തെന്നറിയോ? മൂസാ നബിയെ, കൈയിരിക്കുന്ന വടി കൊണ്ട് ആ കല്ലിലും നടിക്കുമോ? മൂസാ നബി അലൈഹിസ്സലാം കൈയിരിക്കുന്ന വടി കൊണ്ടൊരടി അടിച്ചപ്പോൾ അതാ വെള്ളം വരികയാ. എങ്ങനെയാ വെള്ളം വന്നതെന്നറിയോ? ഈ ബനൂ ഇസ്രായേലുകളെ 12 ഗ്രൂപ്പായിരുന്നത്രേ. 12 ഗ്രൂപ്പായിരുന്നു ഈ വന്ന അടിമകളായിരുന്ന ആളുകൾ. ആ 12 ഗോത്രങ്ങൾക്ക് 12 ഉറവകൾ അല്ലാഹു പൊട്ടിച്ചു കൊടുക്കുകയാ. ജലസേചന പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ മൂസാ നബി നടപ്പിലാക്കിയത്. കൈയിരിക്കുന്ന ഒരു വടി കൊണ്ട് ആ കല്ലിലും നാനടിച്ചപ്പോ റിസാലത്തിന്റെ ആ വടി കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ കല്ലിലും നടിക്കുമ്പോൾ ജലസേചന പദ്ധതി അള്ളാഹു ആവിഷ്കരിക്കുകയാ. എന്താ? 12 പാറ അള്ളാഹു 12 ആളുകൾക്ക് കൂട്ടർക്ക് കുടിക്കാൻ വേണ്ടി 12 ജലാശയം പൊട്ടുകയാ. അല്ല തന്നെ പറഞ്ഞല്ലോ, അവിടെ നിന്ന് 12 അരുവികളാ ഒഴുകിയത്. സുന്ദരമായ വെള്ളം മരുഭൂമിയിൽ വെച്ചവർ കുടിക്കുകയാ. എങ്ങനെയാണ് ഈ ഗോത്രത്തിൽപ്പെട്ടവര് അവിടെ ചെന്ന് കുടിക്കേണ്ട കാര്യമില്ല, തിക്കും തിരക്കുമിന്റെ ആവശ്യമില്ല. എല്ലാവരും തിക്കും തിരക്കിയിട്ട് അവിടെ നിന്ന് വെള്ളം കുടിക്കണ്ട. അള്ളാഹു പറഞ്ഞതെന്താണ്? ഖദ് അലിമ കുല്ലു ഉനാസിം മശ്റബഹു. എല്ലാവർക്കും അവരുടെ ജലാശയം എവിടെയാണെന്നുള്ള കാണിച്ചു കൊടുക്കുകയാ. അവര് ധാരാളം വെള്ളം കുടിച്ചു. അവര് മനോഹരമായ അവരുടെ വയറ് നിറച്ച് വെള്ളം കുടിച്ചപ്പോൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാ. ഇതേപോലത്തെ രാത്രിയിലാണ് പതിയാങ്കരക്കാരാ. ആ യാത്രയുടെ ഇടയിൽ വിശക്കുകയാണ്. അവർക്ക് വല്ലാത്ത വിശപ്പ് വന്നു. ആ സമയത്ത് ആ രാത്രി കഴിഞ്ഞ് പകലാവുകയാ. ആ സമയത്ത് വിശപ്പാണ്, എന്ത് കഴിക്കണമെന്നറിയില്ല. കാരണം മരുഭൂമിയാണ്, ഒന്നും കഴിക്കാൻ അവിടെ കിട്ടുന്നില്ല. എന്താ ഞങ്ങളെ കഴിക്കുക മൂസാ നബിയെ? അവിടെയാണെങ്കിൽ ആട്ടും തുപ്പും കിട്ടിയാലും ഭക്ഷണം കിട്ടുമായിരുന്നു. എന്താ നീ
ഞങ്ങളെ വല്ലാതെ പണി തന്നല്ലോ മൂസ, എവിടെന്നാ ഞങ്ങൾ കഴിക്കുക? മാത്രമല്ല വല്ലാത്ത ചൂടാണ്, വെയിലാണ്, ഒരു തണലില്ലാത്ത ഒരു മരുഭൂമിയിലാണല്ലോ നീ ഞങ്ങളെ കൊണ്ടുവന്നത്. ഇതിനേക്കാൾ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ ചൂടാണല്ലോ നല്ലത്. അതുകൊണ്ട് ഇവിടെ തണലും ഇല്ല, കഴിക്കാൻ ഭക്ഷണവും ഇല്ല. ആ സമയത്ത് അല്ലാഹു മൂസ നബിയോട് പറയുന്നു, ഓ മൂസ നബിയെ വിഷമിക്കണ്ട. അല്ലാഹു തന്നെ പറയുകയാണ് സൂറത്തുൽ ബഖറ, വലല്ലൽനാ അലൈക്കുമുൽ ഗമാ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ. അല്ലാഹു പറയുകയാണ് വലല്ലൽനാ അലൈക്കുമുൽ ഗമാ, അല്ലാഹു അവർക്കതാ മേഘത്തെ തണലാക്കി കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്, മേഘം തണലാക്കി കൊടുക്കുകയാ. ആർക്കാണ് ഈ അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുത്തതെന്ന് ആലോചിക്കണേ മുസ്ലിം ചെറുപ്പക്കാരാ, മുസ്ലിം പെങ്ങളെ. അല്ലാഹു കൊടുത്ത അനുഗ്രഹമാ. കുടിക്കാൻ അവർക്ക് 12 ജലാശയങ്ങളെ പൊട്ടിച്ച് കീറി കൊടുത്തല്ല. വയറ് നിറച്ചപ്പോൾ ഞങ്ങൾക്ക് തണലില്ലാന്ന് ആശങ്കപ്പെട്ട ആവലാറിപ്പെട്ടവർക്ക് മേഘം തണലിട്ട് കൊടുത്തു. എന്നിട്ട് വിശക്കുകയാണെന്ന് പറഞ്ഞവർക്ക് അല്ലാഹു കൊടുത്തത് ഇവിടത്തെ റേഷനരിയുള്ള ഭക്ഷണമല്ല, ഇവിടത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണമല്ല. അല്ലാഹു പറയുന്നു, വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ. അല്ലാഹു തആല ഹൽവ പോലത്തെ മധുരമുള്ള മനോഹരമായ കട്ടിത്തേന്, അതുപോലെ കാടപ്പക്ഷിയുടെ ഇറച്ചിയും അഭിപ്രായപ്പെടുന്ന മഞ്ഞ സെൽവയും കൊടുക്കുകയാ. അവർക്ക് റേഷൻ കാർഡ് വേണ്ട, അവർക്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണ്ട, അവർക്ക് ഒരു സ്ഥലത്തും ചെന്ന് ക്യൂ നിൽക്കണ്ട. ആകാശത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹ്, ഭൂമിയുടെ ഉടമസ്ഥനായ അല്ലാഹ് ആകാശത്തിനും ഇറക്കി കൊടുക്കുകയാ. ഒരിക്കലും മഞ്ഞസൽവ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതല്ല, ഒരിക്കലും ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങിയെടുത്തതല്ല, ഏതെങ്കിലും മരപ്പിൽ നിന്ന് പറിച്ചെടുത്തതല്ല. കാരണം അല്ലാഹു പറഞ്ഞ വാക്കെന്താണ്? വഅൻസൽനാ, നാം ഇറക്കി എന്നാ പറഞ്ഞത്. ഈ വാക്ക് അല്ലാഹു പിന്നീട് പറയുന്ന മഴ ഇറക്കുന്ന കാര്യത്തിലാ. വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ. അതേ വാക്ക് തന്നെയാണ് അല്ലാഹു മൻസൽവയുടെ കാര്യത്തിൽ പറഞ്ഞത്. മഴ പെയ്യുന്നത് പോലെ വല്ലാതെ വിറങ്ങലിച്ച് പൈതാകമടക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാതെ, പ്രിയപ്പെട്ടവരെ, പൈതാകമടക്കാൻ കഴിയാതെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂചനങ്ങളുടെ മുന്നില് കർക്കിടകം പെയ്യിപ്പിക്കുന്ന അള്ളയില്ലേ, അതേ പെയ്യിപ്പിക്കൽ പോലെ പടച്ചവൻ ആകാശത്തിനും ഇറക്കി കൊടുക്കുകയാ. എന്താണ് ഇറക്കി കൊടുത്തത്? മഞ്ഞ് സെൽവ എന്ന് പറയുന്ന മനോഹരമായ ഭക്ഷണത്തെ അല്ല ഇറക്കി കൊടുക്കുകയാ. അവര് ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. ഇന്നേവരവര് കഴിച്ചിട്ടില്ല. അവര് കഴിച്ചതോ, പ്രിയപ്പെട്ടവരെ, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ നിന്ന് വലിച്ചെറിയുന്ന എച്ചിലുകളായിരുന്നല്ലോ കഴിച്ചത്. ഇന്നവർ കഴിക്കുന്നത് ആകാശത്തിന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാ ആകാശലോകത്ത് നിന്ന് ഇറക്കിക്കൊടുത്ത കട്ടിത്തേന്, അതുപോലെ കാടപ്പക്ഷിയുടെ ഇറച്ചി. അഭിപ്രായങ്ങൾ മുഫസ്സിരീങ്ങൾക്ക് പലതും ഉണ്ടാകാം, പക്ഷെ മഞ്ഞ സെൽവ എന്ന് തന്നെ നമുക്ക് അർത്ഥം വെക്കാം. അതേ ആകാശത്തിൽ നിന്ന് മഞ്ഞ സെൽവയല്ല ഇറക്കിക്കൊടുത്ത് വയറ് നിറച്ച് മൃഷ്ടാന ഭോജനം നടത്തി. അവര് നന്നായിട്ട് കുടിച്ചു, നന്നായിട്ട് കഴിച്ചു, നന്നായിട്ട് തണല് കൊണ്ടു. ആ സമയത്ത് ഇവരുടെ നന്ദികേട് നോക്കണേ. മൂസാ നബിയുടെ മുന്നിലേക്ക് ഒരു ദിവസം അവര് വരികയാ. എന്നിട്ട് മൂസാ നബിയോട് പറയുകയാണ്, മൂസ നബിയെ, ഞങ്ങൾക്ക് സംതൃപ്തിയില്ല, ഞങ്ങൾ സംതൃപ്തരല്ല, ഞങ്ങൾക്ക് ഈ ഭക്ഷണം തികയും, ഭക്ഷണം പോരാ, ഞങ്ങൾക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥത തോന്നുകയാണ്, വല്ലാത്തൊരു ഉദ്ദേശം തോന്നുകയാണ്, ഞങ്ങൾക്കൊരു ചേഞ്ച് വരുത്താൻ നിന്റെ പടച്ചോനോടൊന്ന് പറയോ. മൂസാ നബി ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്റെ പതിയാങ്കരയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് കേൾക്കണേ. ഈ പറഞ്ഞ ഈ നന്ദി കെട്ട കൗമ പറഞ്ഞതെന്തെന്നറിയോ? അല്ല തന്നെ പറയട്ടെ, ഞങ്ങൾക്ക് ഒരു ഭക്ഷണം മാത്രം പോരാ, ഇവിടുന്ന് ഒരു ഭക്ഷണം ഞങ്ങൾക്ക് കഴിച്ചാ പോരാ. മൂസ, ഞങ്ങൾ എത്ര നാള് കൊണ്ട് മഞ്ഞ് തിന്നുകയാണ്, സെൽവ കഴിക്കുകയാ, ഞങ്ങൾക്ക് ഇത് മാത്രം കഴിക്കാൻ പറ്റൂല.
ഞങ്ങൾക്ക് ഈ ഒരൊറ്റ ഭക്ഷണത്തിന്റെ മേലെ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ട് നിന്റെ പടച്ചോനോട് നീ ഒന്ന് ചോദിക്കണം, എന്താ ഞങ്ങൾക്ക് വേണ്ടതെന്നറിയോ? ഭൂമിയിൽ നിന്നുണ്ടാകുന്നത് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞൂടെ? മൂസാ നബി ചോദിച്ചു, എന്താടാ നിങ്ങൾക്ക് വേണ്ടത്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറയുകയാ, അവർ ചോദിച്ചു ഞങ്ങൾക്ക് വേണ്ട മിംബഖ്ലിഹ ചീരയാണ്, വകിസായിഹ കക്കരിക്കയാണ്, വഫൂമിഹ ഗോതമ്പാണ്, വഅദസിഹ പയറാണ്, വബസലിഹ ഉള്ളിയാണ്. ഞങ്ങൾക്ക് വേണ്ടത് പച്ചക്കറിയാണ്, വെജിറ്റബിളാ ഞങ്ങൾക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവോ? അല്ലാകിലുതകു ഫീഹിൽ ഇശാറ, ബുദ്ധിമാന് സൂചന മതി എന്നല്ലേ ഇവര് പറയുന്നു. ഞങ്ങൾക്ക് ഇനി ഇറച്ചി വേണ്ട, ഞങ്ങൾക്ക് വെജിറ്റബിൾ മതി, പച്ചക്കറി മാത്രം മതി എന്ന് പറഞ്ഞപ്പോ, അതും എങ്ങനത്തെ പച്ചക്കറിയാണ്? ഞങ്ങൾക്ക് ചീര വേണം, കക്കരിക്ക വേണം, പയറ് വേണം, ഉള്ളി വേണം, ഗോതമ്പ് വേണം, ഇതെല്ലാം ഞങ്ങൾക്ക് വേണം. നിന്റെ മനസ്സൽ വേണം, ഞങ്ങൾക്കിനി വേണ്ട. ഇതങ്ങോട്ട് പറയുമ്പോ അല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിനോട് പറയുന്ന, മൂസ നബിയെ ചോദിക്ക്, അവരോട് ധീരമായി ചോദിക്ക്, അതസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഏറ്റവും ശ്രേഷ്ഠമായ കരണീയമായ ഭക്ഷണം നിങ്ങൾക്ക് തന്നപ്പോ അതിനെ മാറ്റിമറിച്ചിട്ട് ചേഞ്ച് വരുത്തിയിട്ട് നിങ്ങൾ ഏറ്റവും ലോക്കൽ ഭക്ഷണം വേണമെന്നാണോ, നിങ്ങൾ ലോക്കൽ ഭക്ഷണം വേണമെന്നാണോ പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഇന്ന് ചില ആളുകൾ പറയുമല്ലോ, ഞങ്ങൾക്ക് ഇറച്ചിയോട് വെറുപ്പാണ്, ഞങ്ങൾ പച്ചക്കറിയുടെ ആളുകളാണ്. അല്ല പറഞ്ഞത് എന്താണ്? പച്ചക്കറി അങ്ങേയറ്റം താഴ്ന്ന വസ്തുവാണ്, ഖൈറായ വസ്തു ഏതാണ്? ഇറച്ചി തന്നെയാണ്. അല്ല പറഞ്ഞത് തസ്തബ്ദിലൂനല്ലദീ ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ. ഖൈറായ കാടപ്പക്ഷിയുടെ ഇറച്ചിയേക്കാൾ നിങ്ങൾക്ക് വേണ്ടത് പച്ചക്കറിയാണോ? നിങ്ങൾക്ക് വേണ്ടത് ഉള്ളിയും തക്കാളിയുമാണോ? ഇത് മൂസാ നബിയുടെ ജനതയോട് ചോദിക്കാൻ അല്ലാഹു ആവശ്യപ്പെടുകയാ. ഇത് ഇന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്തെന്നറിയോ? ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, വെള്ളം കുടിക്കാൻ വല്ലാത്ത പൈതാഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ, 12 ഗോത്രത്തിനും 12 ജലാശയം കീറിക്കൊടുത്ത അല്ലാ, വല്ലാതെ മരുഭൂമിയാണ് വെയിലെന്ന് പറഞ്ഞപ്പോൾ, എവിടെയാണ് പ്രിയപ്പെട്ടവരെ മരുഭൂമിയിൽ മരുപ്പച്ചാകലയല്ലേ? എവിടെയാണ് ഒരു ഇല പോലും ഇല്ലാത്ത മരുഭൂമിയിൽ ആകാശത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു മേഘത്തിനെ കൊണ്ടുവന്നവർക്ക് തണലിട്ട് കൊടുത്തു. അവര് നിൽക്കുന്നതിന്റെ എല്ലാ ഭാഗത്തും അല്ലാഹു ചൂടും വെയിലും കൊടുത്തപ്പോൾ ഇവർക്ക് അല്ലാഹു തണല് കൊടുത്തില്ലേ? എന്നിട്ട് അവർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ രുചികരമായ ആകാശലോകത്തിൽ നിന്ന് മനോഹരമായ പലഹാരമിറക്കി അല്ലാഹു അവരെ സൽക്കരിച്ചില്ലേ? അപ്പൊ ഇവരെന്താ പറഞ്ഞത്? പോരാ പോരാ, ഇതൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല, ഞങ്ങൾ പറയുന്നത് വിളമ്പാ നിന്റെ പടച്ചവന് പറ്റുമോ? ഈ ഉമ്മത്തിന്റെ പരാജയത്തിന്റെ കാരണവും അവിടെയാ. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംതൃപ്തി പോരാ, ഇന്ന് മുസ്ലിം ഉമ്മത്തിന് സംതൃപ്തി പോരാ. എത്രത്തോളം എന്നറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? മഹാനായ കഅബ് ബിൻ മാലിക്കുൽ അൻസാർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്. ഈ പറയുന്ന ഹദീസിന്റെ പ്രിയപ്പെട്ടവരൊന്ന് കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു ആടിനടുത്തേക്ക് 2 ചെന്നായ പറഞ്ഞു വിടുകയാണ്. ഒരു ആട് നിൽക്കുന്ന ഭാഗത്തേക്ക് 2 ചെന്നായ വരികയാണ്. സങ്കല്പിച്ചു നോക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരു ആട്ടിൻകുട്ടി നിൽക്കുകയാണ്, അതിന്റെ മുന്നിലേക്ക് 2 ചെന്നായ വരികയാണ്. ആ ചെന്നായ എങ്ങനെയാണോ ആ ആട്ടിൻകുട്ടിയെ നശിപ്പിക്കുന്നത്, 2 ചെന്നായ്ക്കള ആട്ടിൻകുട്ടി എങ്ങനാണോ നശിപ്പിക്കുന്നത്, അതിനേക്കാൾ ഭീകരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനിഹി. ഒരു മനുഷ്യന്റെ അത്യാഗ്രഹം, അവൻ വലിയ ആളാകാനുള്ള, പൊങ്ങച്ചക്കാരനാകാൻ ആഗ്രഹിക്കുന്ന അവന്റെ ആ മാന്യതയ്ക്ക് വേണ്ടിയിട്ട് അവൻ കൊതിക്കുന്ന, ഒരു നാട്ടിലെ വലിയ ആളാകാൻ വേണ്ടിയിട്ട് അവന് കൊതിക്കാറുണ്ടല്ലോ. ഞാനാണോ മറ്റവനെന്ന ചിന്തയുണ്ടല്ലോ, ആ ഞാനാണ് മറ്റവനെന്ന ചിന്തയും, എനിക്കാണ് പൈസ ഉള്ളതെന്ന അഹങ്കാരവും, അതുപോലെ പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയും ഉണ്ടല്ലോ. ആ വ്യഗ്രതയും എങ്ങനാണോ അവന്റെ ദീനിൽ
ദീനിനെ നശിപ്പിക്കുന്നത് റസൂലുള്ള. ഇതിനപ്പുറം വേറെ ഉദാഹരണം പറയേണ്ടതില്ല. മുഹദ്ദിസീങ്ങൾ പറയുകയാണ്, ഇത്രയും വലിയ ഉദാഹരണത്തിനപ്പുറം റസൂലുള്ള വേറെ പറയണോ? രണ്ട് ചെമ്മായിക്കളുടെ സ്ഥാനത്ത് ഏതാണ്? അവൻ വലിയവനാണെന്ന ധാരണ, അതുപോലെ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള അത്യാർത്തിയും രണ്ട് ചെമ്മായിയുടെ സ്ഥാനത്തെങ്കില് ആട്ടിൻകുട്ടിയുടെ സ്ഥാനത്തുള്ളത് ദീനാണ് മക്കളെ. ആ ദീന് എങ്ങനെയാണോ ഈ മനുഷ്യന് ആ അത്യാഗ്രഹവും അതുപോലെ തന്നെ ഔന്നത്യവും എങ്ങനെയാണോ അവന്റെ ദീനെ നശിപ്പിക്കുന്നത്, ആ നാശം രണ്ട് ചെന്നായ്ക്കൾ ആടിനെ നശിപ്പിക്കുന്നതിനേക്കാൾ ഭീകരമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ വലിയ ആളാണെന്ന് നമ്മളാണോ പറയേണ്ടത്? അത് മറ്റുള്ളവരല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ വലിയ ആളാണ് എന്ന് ഞാനല്ല പറയേണ്ടത്, അത് മറ്റുള്ളവരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ വലിയ ആളാണെന്നും പറഞ്ഞ് നടന്നാൽ ഞാൻ ഒന്നുമല്ല എന്നാണ് അർത്ഥം. ഒരാൾക്ക് വില കൽപ്പിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരാളെ എന്തുകൊണ്ടാണ് അവരെ കൂടുതൽ സ്മരിക്കാതെ പോകുന്നത്? പതിയാങ്കര ഉസ്താദ് ജീവിച്ചിരുന്നു, ഇപ്പൊ 18ാമത്തെ ആണ്ടാണ്. ഈ 18ാമത്തെ ആണ്ടിന് നമ്മുടെയൊക്കെ വിശ്വാസം അദ്ദേഹം ഖബറിൽ കിടന്ന് നമ്മളെ എല്ലാ സംസാരവും കേൾക്കുന്നു എന്നല്ലേ? അങ്ങനെയല്ലേ വിശ്വസിക്കേണ്ടതും? അങ്ങനെയാണല്ലോ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും. അതിന് വ്യക്തമായ രേഖകളും തെളിവുകളും പ്രമാണങ്ങളും പ്രാമാണികതകളും ഉണ്ടല്ലോ, ഹദീസുകൾ ഉണ്ടല്ലോ. നമ്മൾ മരണപ്പെട്ടതിന് ശേഷം ആ മനുഷ്യനെ ഇത്രത്തോളം നമ്മൾ ഇങ്ങനെ പുകഴ്ത്തുകയും അല്ലെങ്കിൽ അദ്ദേഹം ഈ നാടിന്റെ ഒരു നവോത്ഥാന നായകനായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? മരിച്ചതിന് ശേഷം ആ മനുഷ്യന് എന്ത് ഹുങ്കുണ്ടാവാനാ? മരിച്ചതിന് ശേഷം ഒരു മനുഷ്യന് എന്ത് അഹങ്കാരം ഉണ്ടാവാനാ? ഉമ്മൻചാണ്ടി, ഞാൻ രാഷ്ട്രീയം പറയുന്നൊന്നുമല്ല, ഉമ്മൻചാണ്ടി മരണപ്പെട്ടു, EK നയനാർ മരണപ്പെട്ടു, ലീഡർ K കരുണാകരൻ മരണപ്പെട്ടു. കേരള ചരിത്രത്തിൽ 3 പേർക്കാണ് ഇത്രയും വലിയ ഒരു ജനാവലി ഉണ്ടായത്, 3 ആളുകൾക്കാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിക്കുണ്ടായ ജനപിന്തുണ, ഈ ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവുമായിട്ട് വിലാപയാത്ര നടത്തി 3 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിലെത്തി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആ ഖബറിലേക്ക് എടുത്തു വെക്കുന്നത് വരെയുള്ള, അതിനുശേഷമുള്ളത് പോകട്ടെ, ഈ ജനാവലി ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന്റെ പാർട്ടി ജയിച്ചു വരൂലേ? പിന്നെ വേറൊരു പക്ഷം പിന്നെ ഉണ്ടാവുമോ? ഇടതുപക്ഷമായാലും മറ്റേത് പക്ഷമായാലും ഉണ്ടാവൂലല്ലോ. ഒരാളും മരിച്ചതിനു ശേഷം അയാളോട് കാണിക്കുന്നത് കൂടുതൽ, രാഷ്ട്രീയക്കാർ പൊതുവെ അങ്ങനെയാണ്, രാഷ്ട്രീയമാണെങ്കിൽ തന്നെ അങ്ങനെയാണ്. ഇപ്പൊ രാഷ്ട്രീയ വേദി ഇവിടെ നിന്നുകൊണ്ട് അവരത്തിൽ വിളിക്കും, അവിടെ അത് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കൽ അങ്ങനെയാണ്. പക്ഷെ ഒരാൾ മരണപ്പെട്ടാൽ അവരെ അനുശോചിക്കും, അവരവരെ അനുശോചിക്കും. കാരണം എന്താണ്? മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഹുങ്കുണ്ടാവൂല, അഹങ്കാരം ഉണ്ടാവൂല. ഞാനാണ് എന്ന ഒരു ധാരണ ഒരിക്കലും നമ്മൾ വെച്ച് പുലർത്താൻ പാടില്ല. നമ്മൾ മരിച്ചതിന് ശേഷം ആളുകൾ പറഞ്ഞോട്ടെ നമ്മൾ അന്നാളാണ് ഇന്നാളാണ്, അത് പറഞ്ഞോട്ടെ, അത് പറയിപ്പിക്കണം. അതാണ് ഇബ്രാഹിം നബി ദുആ, പടച്ചവനെ ലോക അവസാനം വരെ വരുന്ന ആളുകൾ എന്നെ പറ്റി നല്ലത് പറയണം. എന്താ ഗുണമെന്നറിയോ ആ ദുആക്ക് അല്ലാഹു കൊടുത്ത ഉത്തരം? എന്താ? ഇശാനസ്കാരത്തിൽ ആദം നബിയുടെ പേര് പറഞ്ഞ ആരാളുള്ളത്? നൂഹ് നബിയുടെ പേര് പറഞ്ഞ ആരാളുള്ളത്? നമ്മുടെ നിസ്കാരങ്ങളിൽ അഷ്റഫുൽ ഖൽഖിന്റെ പേര് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ഒരേ ഒരു പേര് മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് നിസ്കാരത്തിൽ മാത്രമല്ല, മയ്യത്ത് നിസ്കാരത്തിലും പറയും, 2ാമത്തെ തക്ബീറിന് ശേഷം. അല്ലാഹുവേ, എനിക്ക് ശേഷം വരുന്ന ആളുകൾ എന്നെ പറ്റി നല്ലത് പറയണം. ആ ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെ പറ്റി നല്ലത് പറയണം. പതിയാങ്കര ഉസ്താദിന്റെ 18ാമത് ആണ്ട് ഇവിടെ നടക്കുന്നു. എല്ലാവരും ഒരുമിച്ചുകൂടി അദ്ദേഹത്തിനെ പറ്റി, അദ്ദേഹത്തിന്റെ ദ്വാരന്നു, നമ്മൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയും. ഞാൻ പറയുന്നത് 19, 20 ഒക്കെ നമ്മൾ ആണ്ട് നടത്തുന്നത് നല്ലത് തന്നെയാണ്, നടത്തിക്കോളിയും. അതോടൊപ്പം നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ഇതേപോലെ ആൾക്കൂട്ടം ഉണ്ടാവുന്ന തരത്തിൽ നല്ല ജീവിതം നയിക്കാൻ കഴിയണം. അല്ലാതെ എല്ലാ കൊല്ലവും ആണ്ട് നടത്തിയിട്ട് നമ്മളങ്ങ് എങ്ങനെയും മരിച്ചു പോയാൽ മതിയോ? പോരാ, നമ്മൾ അതുപോലെ ആകണം. അതാണ് പതിയാങ്കര ഉസ്താദ് ആഗ്രഹിക്കുന്നതാണ്. അതിന് വേണ്ട കാര്യം എന്താണ്? ഞാൻ ചില ആളുകൾ കണ്ടിട്ടില്ലേ, മരണ വീട്ടിൽ പോയാൽ മയ്യത്താകണം, കല്യാണ വീട്ടിൽ പോയാൽ പുതിയാപ്പിളാകണം. അവരുടെ ആഗ്രഹം അതാണ്.
മരണ വീട്ടിൽ പോയാൽ ഞാനാണ് മയ്യത്തെന്ന് പറയണം. കല്യാണ വീട്ടിൽ പോയാൽ ഞാനാണ് പുതിയ അപ്പള. എല്ലാവരും എന്നെ എടുത്തു പൊക്കണം, എല്ലാവരും എന്നെ അഭിനന്ദിക്കണം, എന്നെ എല്ലാവരും നോക്കണം. ആ ഒരു ചിന്ത അത് മാറണം. അങ്ങനെ അത് ദീനിനെ നശിപ്പിക്കും. ഏതുപോലെ? ചെന്നായുടെ മുന്നിൽ ആട്ടിൻകുട്ടി പെട്ടതുപോലെയാണ്. പറയേണ്ട കാര്യമുണ്ടോ? അതേപോലെ അത്യാഗ്രഹം വലിയ പ്രശ്നമാണ്. സമ്പത്തിന് വേണ്ടിയിട്ടുള്ള കൊതിയുണ്ടല്ലോ, ആ അത്യാഗ്രഹം വലിയ പ്രശ്നമാണ്. 35-ാമത്തെ വയസ്സില് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പ്രശസ്തനായിരിക്കുമ്പോ സ്വാമി വിവേകാനന്ദന് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു കുഗ്രാമത്തിലെ ഒരു നദിക്കരയിലുള്ള ചെറിയൊരു കുടിലിൽ താമസമാക്കുകയാണ് സ്വാമി വിവേകാനന്ദൻ. 35-ാമത്തെ വയസ്സിൽ ലോക പ്രശസ്തനായി പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പോലെ ഏറെ പ്രിയനായി, ഏറെ പ്രശസ്തനായി മാറുന്നു. ആ സമയത്താണ് ഇന്ത്യയിലെ ഒരു കുഗ്രാമത്തിലെ ഒരു അരുവിയുടെ ഒരു പുഴക്കരയിലെ ഒരു ചെറിയ കുടിലിലെ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ ആളുകൾ ചോദിച്ചു, സ്വാമിജി നിങ്ങൾ എന്തിനാ ഇങ്ങനെ താമസം മാറുന്നത്? മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണ്ടേ എന്നാ തിരിച്ചുള്ള ചോദ്യം. സ്വാമി വിവേകാനന്ദൻ അങ്ങനെയുള്ളവരാ സ്വാമി, അല്ലാതെ ഉത്തർപ്രദേശത്തിലെ സ്വാമിയുടെ വേഷം ധരിച്ച വൃത്തികെട്ടവനല്ല സ്വാമി. സ്വാമി എന്ന് പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദനാണ്. ആ സ്വാമി വിവേകാനന്ദന് പറഞ്ഞതെന്തെന്നറിയോ? മരണത്തിന് വേണ്ടി ഞാൻ തയ്യാറാകണ്ടേ? 35 വയസ്സല്ലേ ആയോളൂ, പിന്നെന്തിനാ മരണത്തിന് വേണ്ടി തയ്യാറാകുന്നതെന്ന് ചോദിച്ചു ആരോരാൾ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതെന്തെന്നറിയോ? 35 വയസ്സായെന്നത് ശരി തന്നെയാണ്, പക്ഷേ ഈ ഭൗതിക ലോകമാകുന്ന ഈ ലോകത്ത് ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ. വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ. ഈ ലോകമെന്ന് പറയുന്ന വലിയ ഒരു കുടുംബത്തിലെ ഒരു വേലക്കാരിയാണ് ഞാൻ. ചൂലെടുത്ത് തൂക്കണം, പാത്രമെടുത്ത് കഴുകി വെക്കണം, തുണിവാരി അലക്കി വെക്കണം, അതെല്ലാം പറക്കി വെക്കണം. എന്നിട്ട് ഞാൻ പ്രായമാകുമ്പോൾ അടുത്ത ജോലിക്കാർ വരുമ്പോ വീട് മാറിക്കൊടുക്കണം, ആ വീട്ടിൽ അടുത്ത ആളുകൾ പണിയെടുക്കൂ എന്ന് പറഞ്ഞതാരാണ്? ഒരു ഖലീഫയല്ല, ഒരു അമീറുൽ മുഅ്മിനീനല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബഹുമാനിക്കപ്പെടുന്ന സ്വാമി വിവേകാനന്ദനാ. സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ കുറച്ച് പണം കൊണ്ട് കൊടുത്തു. ഇതാരാ പറയുന്നത്? മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉവൈസുൽ ഖർനിയുടെ കയ്യിൽ കുറച്ച് പണം കൊണ്ട് ഒരാൾ കൊടുത്തു. ആ സമയത്ത് ദുന്നൂനുൽ മിസ്രി പറയുകയാണ്, ഉവൈസുൽ ഖർനി പറഞ്ഞു, അത്രേ എനിക്ക് പണം എന്തിനാ? എനിക്ക് പണം വേണ്ട, എന്റെ കയ്യിൽ 1 ദീനാറുണ്ട്, എനിക്ക് അത് മതി. ആ സമയത്ത് ഇയാള് ചോദിച്ചു, അത്ര ഈ 1 ദീനാറ് കൊണ്ട് നിങ്ങൾ എത്ര ദിവസം ജീവിക്കും? എത്ര ദിവസം ജീവിക്കും? ഞാൻ ഒരു കാര്യം ആമുഖം പറയാം, ഇത് പ്രസംഗിക്കാനല്ലാതെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. ഞാൻ ഉള്ള കാര്യം പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞ കാരണം എന്നറിയോ? ചില ആളുകൾ പറയും, അങ്ങനെയാണല്ലോ പറയാം, അവർക്കൊക്കെ എന്താ പറഞ്ഞുകൂടാത്തെ? ശരിയാണ്, നമുക്കൊക്കെ പറയാനേ അറിയൂ, നിങ്ങൾക്ക് കേൾക്കാൻ. 1 ദീനാർ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞത് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. എന്റെ കയ്യിൽ 1 ദീനാർ ഉണ്ട്, എനിക്കത് മതി. ചോദിച്ചു, 1 ദീനാർ കൊണ്ട് നിങ്ങൾ എന്താ ചെയ്യാ? എത്ര നാളെ ജീവിക്കും? ഉവൈസുൽ ഖർനി തിരിച്ചൊരൊറ്റ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. ചോദ്യകർത്താവ് ഓടി വിളിച്ചു. എന്താ ചോദിച്ചെന്നറിയോ? ഈ 1 ദീനാർ തീരുന്നത് വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാണ് ഈ സംശയം നിനക്കുണ്ടാവുന്നത്? ആവശ്യമില്ലാതെ എന്തിനാ ചിന്തിക്കുന്നത്? ഇത് പറഞ്ഞിട്ട് അയാളെ സംസ്കരിക്കാൻ ഉവൈസുൽ ഖർനിക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അത്യാഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ്. സ്വാമി വിവേകാനന്ദന് എന്താകാമായിരുന്നു? പടിഞ്ഞാറൻ ശക്തികൾ, പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ലോകം മുഴുവനും ആദരിക്കപ്പെടുന്ന ഒരാളായി സ്വാമിജിക്ക് മാറാൻ കഴിയുമായിരുന്നു. സ്വാമി വിവേകാനന്ദൻ അപ്പോഴാണ് കുടില് വന്ന്, കൊട്ടാരത്തിൽ കിടക്കേണ്ടവൻ കുടില് വന്ന് താമസിക്കുന്നത് 98 വയസ്സ് കഴിഞ്ഞപ്പോഴല്ല, 35 വയസ്സുള്ളപ്പോൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതെന്തുകൊണ്ടാണ്? അത്യാഗ്രഹമില്ലാത്തത് കൊണ്ടാണ്. അത്യാഗ്രഹമില്ലാത്തത് കൊണ്ടാണ്, അത്യാർത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കാരണം അതാണ്.